ഈ റിപ്പോർട്ടർ ചാനലിലെ മൊട്ട അരുൺ എന്നറിയപ്പെടുന്ന ഒരു വിദ്വാനാണ്. ഇദ്ദേഹം വലിയ സാമൂഹ്യ പരിഷ്കർത്താവാണ്. പണ്ഡിതനാണ്, ചിന്തകനാണ്, ദാർശനികനാണ്. ഈ ചാനലിന്റെ റേറ്റിംഗ് വർദ്ധിപ്പിക്കാൻ വേണ്ടി പുള്ളി കാണിക്കുന്ന ഓരോ കോപ്രായങ്ങൾ കണ്ടാൽ സത്യം പറഞ്ഞ ഈ മാപ്പറകളെയൊക്കെ നമുക്ക് മുരിക്കുമ്പത്തിൽ വെട്ടിയടിക്കുന്നു. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേക്കൊരു ബ്ലോക്ക് ആയതാ. കഴിഞ്ഞ യുവജനോത്സവത്തിന്റെ സമയത്ത് പുള്ളി എല്ലാ വർഷവും ഇങ്ങനെ കുട്ടികൾക്ക് വെജിറ്റേറിയൻ ഫുഡ് കൊടുക്കുന്നത് സാമ്രാജ്യത്വത്തോടും ഫാസിസത്തോടുമുള്ള ഒരു ഐക്യപ്പെടലാണ്. അതുകൊണ്ട് യുവജനോത്സവത്തിന് വരുന്ന കുട്ടികൾക്ക് ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, പോത്തിറച്ചി, പോർക്ക് വിന്താലും ഇതൊക്കെ കൊടുക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ്. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. ഒരാളെ തെറ്റിച്ച് കുടുംബത്തേക്ക് ഒരു സുഖം, തമ്മിലടിപ്പിക്കും ഒരു സുഖം. എന്റെ സ്വഭാവം നിനക്ക് അറിയാല. അത് കേട്ട വഴിക്ക് ഇവിടെ വലിയ കലാപമുണ്ടായി. നമുക്ക് ഓർമ്മയുണ്ട്, പഴയുടെ മോഹനൻ നമ്പൂരി കുശിനിപ്പണി നിർത്തിപ്പോയി, പല കലാപങ്ങളും ഉണ്ടായി. തമ്മി തല്ലിക്കും ഞാൻ. കർണാടകത്തിലൊരു സ്ഥലത്ത് ഒരു മലയാളി ഓടിച്ചിരുന്ന ലോറി മലയിടിയിൽപ്പെട്ട് പുഴയിലേക്ക് പോയി. അത് പുഴയിലേക്ക് പോയ സമയത്ത് തന്നെ എല്ലാവർക്കും അറിയാം, ഈ പാവപ്പെട്ട ഡ്രൈവർ അതിൻ്റെ അകത്ത് മരിച്ചുപോയി. മരിച്ചയാൾ ആരാണ് എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു സുവർണാവസരമാണ്. അത് പരമാവധി നമ്മൾ മുതലെടുക്കണം. എങ്ങനെ? പക്ഷെ മൊട്ട അത് സമ്മതിക്കുകയില്ല. പുള്ളി അവിടെ പോയി ഒടിഞ്ഞ റിപ്പോർട്ടിങ്. ഇയാളെ ജീവനോടെ ഉടനെ കിട്ടും, ഇവിടെ തുരന്നാൽ മതി, ഇവിടെ കുഴിച്ചാൽ മതി. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. പിന്നെ ഇദ്ദേഹത്തിന്റെ ചാനലിന്റെ പ്രവർത്തനം കണ്ട കന്നഡികർ ഓടിച്ചിട്ട് തല്ലും എന്ന അവസ്ഥ. എന്ന് വെച്ചാൽ പുള്ളിക്ക് യാതൊരു ചളിപ്പുമില്ല. ചളിപ്പ് കണ്ടുകൊണ്ടിരുന്ന ആളുകൾക്കാണ്. നിനക്ക് നാണോ മാനോ ഒന്നുമില്ലടാ ബാല. മാനത്ത് നോക്കി നാണിച്ചു നിൽക്കുന്നതിലും എനിക്കിഷ്ടം 4 ചക്രം കയ്യിൽ വരുന്നതാ. അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും യുവജനോത്സവം വരും. മോനെ നമ്മുടെ സമയം തെളിഞ്ഞട മോനെ. ഇത്തവണത്തെ ഒരു പ്രത്യേകത, മൊട്ട ചാനലിൽ പെട്ട ഒരു വിഡ്ഢി, അവന് വിഡ്ഢി എന്നല്ല പറയണ്ടേ, ശരിക്കും പത്രത്തിലടിക്കാൻ കൊള്ളാത്ത വാക്ക് ഈ തെണ്ടിയെ കുറിച്ച് പറയുന്നുണ്ട്. തെണ്ടി എന്നുള്ള വാക്കും സത്യം പറഞ്ഞാൽ പൊളിറ്റിക്കലി കറക്റ്റ് അല്ല. കാരണം തെണ്ടികളെ എനിക്കെതിരായിട്ട് ബാനഷ്ടത്തിന് കേസുള്ളൂ. അവർക്കൊരു അന്തസ്സുണ്ട്. ഇതിലും ഭേദം പിച്ചെ എടുക്കാൻ പോയാൽ മതിയായിരുന്നു. ഇവന്റെ പേര് ഷഹബാസ് എന്നോ മറ്റോ. ഒരു എംബോക്കി എന്ന് പറഞ്ഞാൽ ഇത് വലിയ തെറ്റില്ല. അല്ല, സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിച്ചൂടെ നിനക്ക്? ഞാൻ അല്പം മോശം ഭാഷ സംസാരിക്കുന്ന മലപ്പുറത്ത് നിന്ന് വരുന്ന ഒപ്പന ടീമിൽപ്പെട്ട ഒരു കുട്ടിയോട്, മണവാട്ടിയുടെ വേഷം ധരിച്ചിരിക്കുന്ന കുട്ടിയെടുത്ത് അവന്റെ മൂരി ശൃംഗാരം കണ്ടാൽ മതിലിനോട് ചേർത്ത് നല്ല ഇടി കൊടുക്കാൻ എനിക്കതാ തോന്നിയത്. എന്നെ ഒന്നും ചെയ്യരുത്, എനിക്ക് കൊളസ്ട്രോൾ ഉള്ളതാണ്. ഇവനൊക്കെ മാധ്യമ പ്രവർത്തകനാന്ന് പറയുന്നത് മാധ്യമ ലോകത്തിന് അവമാനമാണ്. ഇയാൾ കാണിക്കുന്ന വൃത്തികേട് കണ്ടപ്പോഴാണ് സത്യത്തിൽ ബോച്ചെ എത്ര പുണ്യവാനാണ്, എത്ര വിശുദ്ധനാണ് എന്ന് നമുക്ക് തോന്നുന്നത്. അതിനെ അനുകൂലിച്ചുകൊണ്ട്, അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഈ മൊട്ട നടത്തുന്ന പരാമർശങ്ങളും കാണുമ്പോൾ സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ വല്ല ഇടിവെട്ടുണ്ടായിട്ട് ഇവന്റെ ചാനൽ കത്തിപ്പോണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു പോകും. പോകാതെ കാത്തോളേ. ഇത്രയും ആഭാസന്മാരാണ്, ഇത്രയും വൃത്തികെട്ടവന്മാരാണ്, ഇത്രയും താന്മാരാണ് ഈ ചാനൽ പ്രവൃത്തിയും കൊണ്ടെടുക്കുന്നത്. ഇതൊക്കെ കണ്ട എങ്ങനെ സാറേ പറയാതിരിക്കുക? എന്നിട്ട് വലിയ നിഷ്കളങ്കന്റെ ഭാവവും. ഇതിന് മാധ്യമ പ്രവർത്തനം എന്നല്ല, മാധ്യമ വ്യഭിചാരം എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. ഇതിൽ കുറഞ്ഞ ഒരു വാക്കുകൊണ്ടും ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റുകയില്ല. ലൈംഗിക തൊഴിലാളികളുടെ ജോലിക്ക് പോലും ഒരു അന്തസ്സുണ്ട്, അതിനൊരു മാന്യതയുണ്ട്. ഓരോരുത്തർ പറയുന്നത് കേട്ടാ തൊലി ഉരിഞ്ഞു പോകും. ഉമ്മാര് കാണിക്കുന്ന ഈ വൃത്തികേട് സത്യം പറഞ്ഞ ഇതിനെക്കുറിച്ച് പറയാൻ ഇതിനേക്കാളും വൃത്തികെട്ട വാക്കുകൾ എനിക്ക് അറിയാൻ പാടാത്തതുകൊണ്ടല്ല, ഇത് കേൾക്കുന്ന ആളുകളുടെ മനോനില ആലോചിച്ചിട്ട് മാത്രമാണ് ഇത് പറയാത്തത്. അമ്മേ, സോറി അമ്മേ, ദേഷ്യം വന്നപ്പോ ഞാൻ സംസാര ഭാഷയിൽ അല്പം പിന്നോക്കം പോയി. സത്യത്തിൽ ഞാൻ ഈ മുന്നോക്ക ഭാഷയാണ് പ്രയോഗിക്കാൻ ഉദ്ദേശിച്ചത്.